ഹലോ വ്യൂവേഴ്സ്, ബ്രാൻഡ് ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്ന് ദ പെറ്റ് ഡിറ്റക്റ്റീവ് നമ്മുടെ ഷറഫുദ്ദീൻ അതുപോലെ അനുപമ പരമേശ്വരൻ എന്നിവർ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ ഈ പറയുന്ന പോലെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായി. അപ്പോൾ അത്യാവശ്യം നല്ല ട്രെയിലറാണെന്നുള്ള ഈ പറയുന്ന കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ചെയ്യുന്ന പ്രനീഷ് വിജയനാണ്. അതുപോലെ ഇതിൻ്റെ കഥ എഴുതുന്നതും പ്രനീഷ് വിജയൻ, അതുപോലെ ജയ് വിഷ്ണു എന്നിവർ ചേർന്നിട്ടാണ്. ഇതിൽ പ്രധാന താരങ്ങളായിട്ട് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഷറഫുദ്ദീൻ ഉണ്ട്, അതുപോലെ അനുപമ പരമേശ്വരനുണ്ട്. അനുപമയാണ് ഹീറോയിനായിട്ട് വരുന്നത്. അതുപോലെ വിനയ് ഫോർട്ട്, ജോമോൻ ജ്യോതിർ, നമ്മുടെ ശ്യാം മോഹൻ, പ്രേമലു ഫെയിം ശ്യാം മോഹനുണ്ട്, വിനായകനുണ്ട്, പ്രസീതയുണ്ട്, അതുപോലെ തന്നെ വിജയരാഘവനുണ്ട്. അങ്ങനെ കുറച്ച് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഷറഫുദ്ദീൻ്റെ അറിയാമല്ലോ, ഷറഫുദ്ദീൻ എടുക്കുന്ന സിനിമകളൊക്കെ ഇപ്പം നായകനായിട്ട് വരുന്ന സിനിമകളൊക്കെ അത്യാവശ്യം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമകളാണ്. ലാസ്റ്റ് ഹലോ മമ്മി ആണെങ്കിലും അതിനുശേഷം വരുന്ന ഈ പറയുന്ന പടക്കളമാണെങ്കിലും ഒക്കെ അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, പൈസ വേസ്റ്റ് ആക്കേണ്ട ഒരു അവസ്ഥയില്ല. ഈ പറയുന്ന ഷറഫുദ്ദീൻ നായകനായിട്ട് അഭിനയിച്ച സിനിമ കാണാൻ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പിന്നെ എൻ്റർടൈൻമെൻ്റ് അതിലുണ്ടാവും. കൊടുത്ത കാശിനുള്ള ഒരു സംഭവം, അങ്ങനെ ഒരു മൂവിയാണ് സാധാരണ ഷറഫുദ്ദീൻ കമ്മിറ്റ് ചെയ്തിട്ട് ഏറ്റെടുത്ത് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ തീരെ ഒരു മോശം മൂവി എന്നുള്ളൊരു പരിപാടി നമുക്ക് ഫീൽ ചെയ്യില്ല. ഷറഫുദ്ദീൻ നായകനായിട്ടുള്ളതാണ് കേട്ടോ, അല്ലാത്തല്ല പറയുന്നത്. നായകനായിട്ടുള്ള സിനിമകൾ കാണാനായിട്ട് പോയാൽ നിങ്ങൾക്ക് സിനിമകൾ ഷറഫുദ്ദീൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സംഭവം. ഈ പറയുന്ന പോലെ അദ്ദേഹം നായകനായിട്ട് വരുന്ന മിക്ക സിനിമകൾക്കും എന്തെങ്കിലും ഒരു ചെറിയ മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും, നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്ക് മൂവിയൊക്കെ ആയിരിക്കും. ലാസ്റ്റ് റീസെൻ്റായിട്ട് വന്ന് 2-3 മൂവിയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് ജസ്റ്റ് എന്തായാലും കാണാം. ഗോകുലം ഗോപാലാണ് കേട്ടോ. $30 കോടിയുടെ മോഡലാണ് ഇതിനകത്ത്. ഇത് നമ്മളെ ഗോഡൌണിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് കിട്ടുന്നതോ? നമുക്കിതൊന്നും മറച്ചാലോ? ഇന്നെന്ത് പറ്റി സാർ? ഷറഫുദ്ദീൻ ആരാന്നാ പറഞ്ഞേ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ടോണി ജോസ് അലൂല ഫ്രം മെക്സിക്കോ. സാറിന് എൻ്റെ എന്ത് സഹായമാണ് വേണ്ടത്? റോയൽ ഡിറ്റക്റ്റീവ് ഹോസെ അലൂല ഡി അലൂല ഇന്റർനാഷണൽ, അതായത് ഡിറ്റക്റ്റീവ് ജോസ് അലൂല ഫ്രം അലൂല ഇന്റർനാഷണൽ മെക്സിക്കോ. അലൂല നിന്റെ കൂടെ ഓട്ടോ ഒന്ന് ഇറങ്ങി എന്നുള്ളത് CCTV-യിലുണ്ട്. യു ആർ ദ പ്രൈം സസ്പെക്ട്. സ്ലോ മോഷൻ എടുത്തോ. ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് പിടിച്ച നമ്മളാരാ? ഇന്റർനാഷണൽ ഡിറ്റക്റ്റീവ്. ഒരു കൊച്ചുകുട്ടിയെ കടത്തി കേസിലെ 1-ാം പ്രതി 2-ാം പ്രതി അവനാണ്. പഞ്ചായത്തിൽ നിന്ന് ഷൂട്ടേഴ്സായി നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ എനിക്കിടയ്ക്കിടയ്ക്ക് എന്താ മോളിസ ജാടയാണോ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഇല്ല. കൊള്ളാം കേട്ടോ, നല്ല ട്രെയിലറാണ് കേട്ടോ, നല്ല പക്ക. ശരിക്കും പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ മൂവി നമ്മൾ കാണാൻ പോകും. ഇതുപോലത്തെ ഈ ഒരു വൈബ് ഉണ്ടല്ലോ ആ സിനിമയിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, സിനിമ അടുത്ത ഷറഫുദ്ദീൻ്റെ ഹിറ്റാവും. കാരണം ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആ സിനിമ കാണാനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് പറഞ്ഞ പോലെയാണ്. എനിക്കൊന്ന് വിനായകനാന്ന് തോന്നുന്നു വില്ലൻ വേഷത്തിൽ വരുന്നത്. ഈ പറയുന്ന പോലെ എല്ലാവരും ത്രൂ ഔട്ട് കോമഡി റോളാന്ന് തോന്നുന്നു. വില്ലൻ ആണെങ്കിലും
ഷറഫുദ്ദീൻ ഇപ്പോൾ നല്ല സെലക്റ്റീവായിട്ടാണ് സ്ക്രിപ്റ്റ് എടുക്കുന്നത്. പണ്ട് സൈഡ് ആക്ടിങ് ഒരു സൈഡ് റോൾ ചെയ്ത് വന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ നായക വേഷത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി എടുക്കുന്ന സ്ക്രിപ്റ്റും അങ്ങനെ വർഷത്തിൽ ചവറ് പോലെ ഒരുപാട് പടങ്ങളൊന്നും വാരി ചെയ്യുന്നില്ല, 1-2 സിനിമകളൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് നല്ല സ്ക്രിപ്റ്റൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് ഷറഫുദ്ദീൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സിനിമയായിരിക്കും തോന്നുന്നു. അനുപമ പരമേശ്വരനൊക്കെ ഉണ്ട്. മൊത്തം ഒരു എന്താ പറയുക, ഒരു വൈബ് ട്രെയിലർ എന്ന് പറയാമല്ലോ, വൈബ് ട്രെയിലർ കണ്ടേ നമുക്ക് ഇതെന്ത് ട്രെയിലർ എന്നുള്ളത് ചിന്തിക്കുകയില്ല. നമുക്ക് ആ സിനിമ കാണാനായിട്ട് നമുക്ക് ആ ഒരു താല്പര്യം വരും. അതായത് ഒരു ട്രെയിലറോ ഒരു ടീസറോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ കാണണം എന്ന് നമുക്ക് തോന്നണം. അതാണ് ആ ട്രെയിലറിൻ്റെയും ഈ പറയുന്ന ടീസറിൻ്റെയും വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ചില ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നിർവികാരതയായിരിക്കും, എന്ത് സിനിമ, ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ട്രെയിലർ ടീസർ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എൻ്റർടൈനിങ് ആയിരിക്കണം. ഈ ഒരു ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ നിറച്ചൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷറഫുദ്ദീൻ്റെ നല്ല തമാശ സീനുകളൊക്കെ ഉണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്യാരക്ടറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും ഒരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സിനിമയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് തിയേറ്ററിൽ കാണാം.